ഈ പ്രായത്തിലും 10ാം ക്ലാസ് എഴുതാൻ തീരുമാനിച്ച നാണിയമ്മ സമ്മതിക്കണം. താങ്ക് യു സാർ. ഇത് റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുവാണോ? ഞാനേ ഇന്നലെ പഠിപ്പിച്ച ജനറൽ നോളജ് ഇരുന്ന് വായിക്കാം. ഞാനിപ്പോ ചോദിക്കാൻ പോവാ. ഓക്കെ സാർ. കണ്ണാകുണാപാലം കണ്ണാകുണാപാലം കന്നാകുന്ന പാലോ? ഇവിടെ കാണിച്ച ഇങ്ങോട്ട്. അയ്യോ, വേർ ഈസ് ദി കനകക്കുന്ന് പാലസ്? അങ്ങനാണോ? അല്ല, അങ്ങനല്ല. നീ അടുത്തത് വായിക്കട്ടെ സാറേ. ഇത് മാറ്റി എന്നിട്ട് ഇംഗ്ലീഷ് എടുക്കും. ഇംഗ്ലീഷിന്റെ ബുക്ക് എടുത്തു സാർ. ഇംഗ്ലീഷിൽ ആദ്യം നമുക്ക് സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് പഠിക്കാം. സബ്ജക്റ്റ് കർത്താവാകുമ്പോൾ വെർബ് ഒബ്ജക്റ്റും എന്താകുന്നു? കർത്താവിന്റെ ശിഷ്യന്മാരാകുന്നു. വെർബ് ക്രിയ ആവുമ്പോൾ ഒബ്ജക്റ്റ് കർമ്മമാകുന്നു. സാറേ, കർമ്മിയാരാ? കർമ്മിയെ വിളിച്ചിട്ടുണ്ട്. വരും. ഐ എന്ന് വെച്ചാൽ ഞാനാകുന്നു, ഈ എന്ന് വെച്ചാൽ നമ്മളാകുന്നു. അപ്പോൾ ഐ ശശി എന്നാൽ നമ്മളെല്ലാം ശശിയായെന്നാണോ? ആ പരിവായിരിക്കുക. ഞാൻ ശ്രദ്ധിച്ചു കേക്ക്. ഐയുടെ കൂടെ എപ്പോഴും ആമേ വരുത്തുള്ളൂ. അല്ല സാർ, ആമയുടെ കൂടെ മുയലേ വരും. ആമയല്ല, ആമ. ഓ, ഐ സീ. ഇനി ഞാൻ മലയാളത്തിൽ അങ്ങോട്ട് പറയാം, അങ്ങോട്ട് എഴുതങ്ങോട്ട്. ഞാൻ തങ്കമണിയാകുന്നു. അയ്യോ വേണ്ട സാർ, എനിക്ക് തങ്കമണിയാകണ്ട. അവിടെ അത്രയും ഞരപ്പൊന്നും എനിക്കില്ല. ഞാനായിട്ടിരുന്നോളാം. എന്താ അത് വിട്. കെമിസ്ട്രിയുടെ ബുക്ക് എടുക്ക്. നമുക്ക് ആദ്യം ഐരും ധാതുക്കളും പഠിക്കാം. എന്താണ് ഐരെന്നറിയാം? ഇല്ലാത്ത കാശ് മുടക്കിയാ ഞാനീ പഠിക്കുന്നത്. അപ്പുറത്തെങ്ങാനും പോയിരിക്കണോ ആയിരേ? ആയിരിക്കുന്നതാണോ ഐര്? കൊള്ളാം, നല്ല ഐര്.